കുത്തി ഒലിച്ചു വരുന്ന ഗംഗാവലി പുഴ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം തന്നെ വലിയൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് പുഴയിൽ അവിടെ നിന്ന് ഈ ഭാഗത്തേക്കാണ് ഒഴുക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഒരു കാരണവശാലും ബോട്ട് ഇപ്പോൾ നാവികസേനയുടെ കൈവശമുള്ളതായിരുന്നാലും NDRFിൻ്റെ കൈവശമുള്ള ബോട്ടുകളായിരുന്നാലും സുഗമമായി ഓടിച്ചു പോകാൻ കഴിയില്ല. കനത്ത കാറ്റ് വീശുമ്പോൾ ആ ബോട്ടിന് നിയന്ത്രണം നഷ്ടമാവുകയും അങ്ങനെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ തിരച്ചിൽ നടത്താമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമതായി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ബൂം ലെങ്ത് മെഷീനാണ്. ബൂം ലെങ്ത് മെഷീൻ എന്ന് പറയുന്നത് ഈ കൈക്ക് ഏറ്റവും കൂടുതൽ നീളമുള്ള മെഷീൻ. നമ്മൾ സാധാരണ ഈ ഹിറ്റാച്ചി ക്രെയിനുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ നീളമുള്ളത് ഒരു പക്ഷേ ഈ കരയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 മീറ്ററാണ്. ഈ ബൂം ലെങ്ത് മെഷീൻ്റെ സാധാരണ അല്ലെങ്കിൽ ഒരു ഏകദേശ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 മീറ്റർ മുതൽ ഒരു 150 മീറ്റർ വരെ നീളം കിട്ടുന്ന മെഷീനുകളുണ്ട്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന മെഷീനും അത്തരത്തിൽ സമാനമായ ഒരു മെഷീനാണ്. ഈ കരയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായിരിക്കും. അവിടെ നിന്ന് ഈ മണ്ണ് നീക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മണ്ണിന് കൂടുതൽ ഡിറ്റക്ഷൻ നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു യന്ത്ര സാമഗ്രിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡ്രോൺ സംവിധാനങ്ങൾ, ആർമി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങളാണ്. ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്ത് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ കയ്യിലുള്ള ഏറ്റവും നൂതനമായ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നത്. ഇവിടെ ഈ മൺകൂന കാണുന്ന പ്രദേശങ്ങളിലാണ് ഈ ലോറിയുടേതെന്നല്ല ലോഹത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ മേഖലയിലാണ്. ഈ പുഴയുടെ കരയിൽ നിന്ന് ഏകദേശം 40 മീറ്റർ മാറി ഈ മൺകൂന ആകണമെന്ന് കൃത്യമായില്ല. ആ മൺകൂനയ്ക്ക് സമീപമുള്ള 40 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള പ്രദേശത്താണ് ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടുത്തെ കല്ലിന് പോലും ലോഹത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും റഡാർ സിഗ്നലുകളിൽ ഈ ലോഹ സാന്നിധ്യം കാണുകയും പിന്നീട് അത് തിരഞ്ഞെത്തുമ്പോൾ അത് കല്ലാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് ഇവിടുത്തെ കല്ലിൻ്റെ കൂടി പ്രത്യേകതയാണ്. കല്ലിൻ്റെയും മണ്ണിൻ്റെയും പ്രത്യേകത കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടോ എന്ന് കൂടി ഒരു പരിശോധന കൂടി ഇവിടെ നടത്തും. അതിനുവേണ്ടിയുള്ള നൂതന സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പുഴയുടെ ദൂരം എന്ന് പറയുന്നത് പുഴയുടെ ഇവിടെ 40 അടിയോളം താഴ്ചയുണ്ട്. ഈ 40 അടി താഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ കഴിയില്ല. ക്യാമറകൾ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്താമെന്ന് പറഞ്ഞാൽ അതിനും സാധ്യമല്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇന്നത്തെ ദൃശ്യങ്ങളിൽ പോലും അത് കലങ്ങി മറിഞ്ഞ ചെളിവെള്ളത്തിന് സമാനമായി ഒരു കാവി കലർന്ന കളറിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അടിയിൽ പോയി പരിശോധന നടത്താൻ ഈ മൺതിട്ടയ്ക്ക് സമീപം എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയെന്നും പ്രായോഗികമല്ല. സ്ക്യൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ചായിരുന്നാലും നേവിയിലെ മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചായിരുന്നാലും ഈ ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയില്ല. മറിച്ച് ശാസ്ത്രീയമായ മാർഗത്തിലൂടെ മാത്രമേ ഇവിടെ പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ.